ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഇവിടെ ഇന്ന് നല്ല മഴയാണ്. ഇതിന്ന് ഫ്രൈഡേയിലെ വീഡിയോ ആണ്. ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് സാറ്റർഡേ ആവുമേ. അപ്പം എല്ലാവരും ചായ കുടിച്ചോ? ഞാനാണെങ്കിൽ ഇന്ന് എഴുന്നേറ്റപ്പം പോലെ നല്ല അടിപൊളി മഴയാണ്. രാവിലെ ചായ നിർബന്ധമുള്ള എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടല്ലോ. പഴയ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്നാലും ഇപ്പോൾ ഒത്തിരി പുതിയ കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ചായ നിർബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിപ്പം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും കൂട്ടുകാരുണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് ഇടുകയും എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുവേ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായേ. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്നോടിപ്പം ഭയങ്കര സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ വിശേഷങ്ങളും എൻ്റെ ചക്കിയുടെ വിശേഷങ്ങളും എൻ്റെ കിച്ചുമോൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ഇക്കുവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. കമൻ്റ് ഇടാൻ മടിയുള്ളവരൊക്കെ മെസ്സേജായിട്ട് എനിക്ക് ഇടുന്നുണ്ട്. പിന്നെ എന്നെ ഫോൺ വിളിച്ച് എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. നമ്മുടെ സ്വന്തക്കാർക്ക് പോലും നമ്മളോട് സ്നേഹമില്ലാതെ ഇങ്ങനെ എൻ്റെ വീഡിയോസിൽ മാത്രം കണ്ട് പരിചയമുള്ള നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഒരിത്ത എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നു, എൻ്റെ നമ്പർ കൊടുക്കാമോ. ഞാൻ അപ്പോൾ ഇത്തക്ക് നമ്പർ കൊടുത്താൽ ഇത്ത എന്നെ ഫോൺ വിളിച്ചാൽ ഇത്ത എന്നോട് പറയുക എനിക്ക് വേണ്ടി അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഇത്ത ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ലൊക്കേഷൻ ഒന്ന് കൊടുക്കുമോ, അല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന്. അപ്പം ഞാൻ ഇത്തായോട് പറഞ്ഞു, ഇത്ത ഞാൻ ഇന്നടുത്താണ് താമസിക്കുന്നതെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ത എനിക്കതെല്ലാം കൊണ്ടുവന്ന് തന്നെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ഫൗസീത്താന്ന് പറഞ്ഞ് ഇത്ത എൻ്റെ ഇക്കുവിനെ ഫോൺ വിളിച്ച് എൻ്റെ നമ്പർ ചോദിച്ച്, എന്നിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണും, എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നേരം എന്നോട് സംസാരിച്ചേ. ഇതൊക്കെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. പിന്നെ കുറച്ച് മെസ്സേജ് കണ്ട് എന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണണമെന്നുണ്ട്. കാണാനൊക്കെ പറ്റുമോയെന്ന്. നിങ്ങൾ ഈരാറ്റുപേട്ടക്കാരല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ വരുമ്പം എനിക്ക് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതിയേ. കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ എന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഞാനൊരു ഈരാറ്റുപേട്ടക്കാരിയല്ലേ, എൻ്റെ ഈരാറ്റുപേട്ടക്കാർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ പേരെല്ലാം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആമി യൂനുസ്, പിന്നെ ബിസ്മി ഷെഫീഖ്, ഷെമി അംജിത്ത്, റസിയ, ഫൗസിയ, ഷാഹിന ഹാരിസ്, റിസാന നഹാസ്, പിന്നെ ഒരു രമണൻ ചേട്ടൻ. നിങ്ങളെയൊക്കെ ഇപ്പം നല്ല പരിചയമാണ്. ഞാൻ ഓരോ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴും നോക്കും നിങ്ങളുടെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന്. ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെയൊക്കെ പേര് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്. പിന്നെയും കുറേ പേരുകളുണ്ട്, ഒരു സന്ധ്യയുണ്ട്, അങ്ങനെ കുറേ പേരുകളുണ്ട്. പെട്ടെന്ന് എല്ലാവരെയും മെമ്മറി കിട്ടുന്നില്ലെന്നേ ഉള്ളേ. എല്ലാവരോടും ഒരുപാട് നന്ദിയേ. ഞാൻ നോക്കാറുണ്ട്, ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പരിചയമുള്ള നിങ്ങളുടെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടോയെന്ന്. അതിൽ നിങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. പിന്നെ നിങ്ങൾക്കൊക്കെ ഇന്ന് രാവിലത്തെ ഫുഡ് എന്താ? എനിക്കിന്ന് രാവിലെ ഇടിയപ്പവും ചിക്കൻ കറിയുമാണ്. നിങ്ങളുടെ രാവിലത്തെ ഫുഡ് എന്തായിരുന്നു? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നെനിക്ക് ചക്കീനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം ചക്കിയുടെ സ്കൂൾ വരെ പോണേ. ഇന്നലെ ചക്കിക്ക് പുതിയൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊടുത്തില്ലായിരുന്നോ? ആ വാട്ടർ ബോട്ടിൽ ചക്കി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞിട്ടാണ് വന്നത്, ആ റെഡ് കളറ്. പിന്നെ ചക്കിയുടെ മോറലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാണാനില്ലായേ. ഒരു മാസത്തോളമായി കാണാതെ പോയിട്ട്. ഞാൻ ഓർത്ത് സ്കൂളിൽ കാണും, അല്ലെങ്കിൽ അത് അവരുടെ സാറിൻ്റെ കയ്യിലോ എന്തെങ്കിലും ആവശ്യത്തിന് വല്ലതും വാങ്ങിച്ച് വെച്ചതായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നേ. കഴിഞ്ഞ ദിവസം അവൻ്റെ മോറലിൻ്റെ സാറ് എന്നോട് പറഞ്ഞു അവനിക്കിപ്പം ടെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ചക്കിയുടെ സ്കൂൾ വരെ ഒന്ന് പോകണം. ആ വാട്ടർ ബോട്ടിലും കൂടെ കിട്ടിയില്ലെങ്കിൽ ഇനി മുതൽ ചക്കിക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങി കൊടുക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ 7up കുപ്പി, അല്ലെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ കുപ്പി, ഇതൊക്കെ തന്നെ കൊടുത്തു വിടുന്നുള്ളൂ. ഇന്ന് ഞാൻ കൊടുത്തുവിട്ട ബോട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ വർഷം ചക്കിക്ക് ഞാൻ 11 ബോട്ടിൽ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം.